ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാനുണ്ടല്ലോ ഇന്ന് നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് നമ്മുടെ സമയം 6 മണി എന്നുള്ളതൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം മോൾക്ക് ഇച്ചിരി പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ടൈം ഒന്ന് മാറിപ്പോയി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എൻ്റെ മുത്തുമണീസൊക്കെ. അങ്ങനെ നമ്മളെ നാളത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് പോകാം. അതായത് നമ്മുടെ സുധീഷും നമ്മുടെ ഹരീഷും കൂടെ നേരെ നമ്മുടെ അഖിലിൻ്റെ വീട്ടിൽ, അതായത് നീതുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. കാരണം തൻ്റെ വീട്ടിൽ വന്ന് വെല്ലുവിളിക്കാൻ മാത്രം അവ ആയോ എന്ന രീതിയിൽ നമ്മുടെ സുധീഷും ഹരീഷും കൂടെ ആരോടും പറയാണ്ട് പതുക്കെ പോവാണ്. അങ്ങനെ വീടൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ വീട് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ സുധീഷ് പറഞ്ഞു, ഓഹോ, ഇത്രയും വലിയൊരു ഇത്രയും ചെറിയൊരു തീപ്പെട്ടി കൊള്ളി പോലത്തെ ഒരു വീട്ടിൽ നിന്ന് വന്നിട്ടാണ് നമ്മളെ വീടിന് അവൻ ഇത്രയും കുറ്റവും കുറവും പറഞ്ഞത്. അവന് രണ്ട് പറയാനുണ്ട് ഞാൻ എന്നും പറഞ്ഞിങ്ങനെ സുധീഷ് ചെല്ലാണ്. അപ്പോഴത്തേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നീതുവിൻ്റെ അമ്മ അച്ഛനും ആരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ എന്തിനാടാ നീയൊക്കെ ഇവിടെ വന്നതെന്ന് ചോദിക്കും. കാരണം ഹരീഷിനെ അറിയാമല്ലോ, അച്ഛനറിയാമല്ലോ, നീതുവിൻ്റെ അച്ഛന്. അങ്ങനെ അവർ പറഞ്ഞു, അതെ, എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ മകൻ വെല്ലുവിളിച്ചു എന്ന് കേട്ടുമല്ലോ, അതൊന്ന് ചോദിക്കാനായിട്ട് വന്നതാണെന്ന് പറയും. അപ്പോഴേക്കും അഖിൽ അകത്തുനിന്ന് ഇങ്ങ് ഓടി വരെയാണ്. എന്തിനാടാ നീയൊക്കെ എൻ്റെ വീട്ടിൽ വന്നത്? നിന്നെപ്പോലെയൊക്കെ ഉള്ളവന്മാർ കയറാനുള്ള വീടല്ലടാ, ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് പറയും. അപ്പോൾ നമ്മുടെ സുധീഷ് പറയും, എടാ നീ വലിയ ഡയലോഗൊന്നും അടിക്കാൻ നിൽക്കേണ്ട, നീ എൻ്റെ വീട്ടിൽ വന്ന് യവനെ വെല്ലുവിളിച്ചിട്ട് പോയവനാ. അപ്പോൾ പിന്നെ നിൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളെ വെല്ലുവിളിച്ചില്ലെങ്കിൽ പിന്നെ അതിന് വല്ല അർത്ഥമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സുധീഷും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നീതു ഇറങ്ങി വരയണം. എന്നിട്ട് നമ്മുടെ ഹരീഷ് പറയും, അതെ, നിൻ്റെ പെങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാനും അവളെ സ്നേഹിക്കുന്നുണ്ട്. അവൾ എന്നെ കാണാൻ വരും, ഞാൻ സംസാരിക്കും. അത് വേണ്ടാന്ന് പറയാൻ നീ ആരാടാന്ന് ചോദിക്കും. എടാ, കുടുംബത്ത് പറഞ്ഞ പെണ്ണുങ്ങളെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയിട്ട് നീ വേറെ വല്ല പുളുന്ത ന്യായം പറയുന്നോടാ എന്നും പറഞ്ഞ് അഖിൽ അങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നീതുവിൻ്റെ അമ്മയും പറയുന്നുണ്ട്, അച്ഛനും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹരീഷിനെ സുധീഷിനെയൊക്കെ കുറേ പറയുന്നുണ്ട്. ഇതുപോലത്തെ ഒരു തീപ്പെട്ടിക്കൊള്ളി വീട്ടിൽ നിന്ന് വന്നിട്ടാണോടാ നീ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട് അങ്ങനത്തെ വീടാണ് ഇങ്ങനത്തെ വീടാണെന്നൊക്കെ നീ വലിയ വെല്ലുവിളി വിളിച്ചത്? എടാ, നിൻ്റെ വീട്ടിൽ അകത്ത് ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമെങ്കിലും ഉണ്ടോടാ? എൻ്റെ വീട് പോലെ ആണോടാ? ഞങ്ങളുടെ വീട് ഇച്ചിരി പഴയതാണെങ്കിലേ നല്ല തറവാടിത്തമുള്ള വീടുമാണെന്നൊക്കെ പറയും. നിൻ്റെ കുടുംബത്തിൻ്റെ തറവാടിയൊക്കെ എനിക്കറിയാമെന്ന് നീതുവിൻ്റെ അച്ഛനൊക്കെ പറയട്ടോ. അപ്പോഴേക്കും നീതുവിൻ്റെ അടുത്ത് ചോദിക്കും, ഹരീഷ് ചോദിക്കും, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നീതു പറയും, എനിക്ക് ഹരീഷിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയാം. എനിക്കും അവളെ ഇഷ്ടമാണ്, നിനക്ക് എന്താ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ നീ ചെയ്യടാന്ന് ഹരീഷ് പറയാം. അത് കേട്ടപ്പോഴത്തേക്ക് അഖിൽ നീ തറുതല പറഞ്ഞു തുടങ്ങിയടാന്നും പറഞ്ഞുകൊണ്ട് നീതുവിനെ തല്ലാനായിട്ട് പോകട്ടോ. അപ്പം നമ്മുടെ ഹരീഷ്, അതെ, എടാ ആ പെണ്ണുങ്ങളെ തല്ലണത് അത്ര വലിയ മാഹാത്മ്യമായിട്ടൊന്നും നീ കണക്കാക്കണ്ട. അവൾക്ക് എന്നെ ഇഷ്ടമാണ്, ഞാൻ അവളെ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ അവളെ കെട്ടുള്ളൂ എന്നുള്ള വീരത്വം നമ്മുടെ ഹരീഷ് പറയണം. അപ്പോൾ സുധീഷ് പറഞ്ഞു, എന്തായാലും മോളും എൻ്റെ അനിയനും തമ്മിൽ എന്തായാലും ഇഷ്ടമായി, ഇനിയിപ്പോൾ നിങ്ങൾ വലിയ എതിർപ്പും ഇതൊന്നും കാണിക്കണ്ട, അവനെ കെട്ടിച്ചു കൊടുക്കുന്ന പറയും. എൻ്റെ പെങ്ങളെ കെട്ടാൻ നിനക്ക് എന്ത് യോഗ്യതടാ ഉള്ളതെന്ന് അഖിൽ ചോദിക്കും. ആ സമയം നമ്മുടെ സുധീഷ് പറയും, എടാ, നിനക്ക് വല്ല വേലയും കൂലിയും ഉണ്ടോടാ? നിന്നെ പോലെ തേരാപാരാൻ നടക്കുന്നവനല്ല എൻ്റെ അനുജന് അന്തസ്സായ ഒരു പണിയുണ്ട്, ഒരു വർക്ക്ഷോപ്പും ഉണ്ട്, അവന് താമസിക്കാൻ ഒരു വീടും ഉണ്ടടാന്ന് പറഞ്ഞു. നിന്നെ പോലെ വാടക വീട്ടിലല്ലടാ കിടക്കണേന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങോട്ട് പറയും കേട്ടോ. നീതുവൊന്നും മിണ്ടില്ല. അപ്പോഴേക്കും നമ്മുടെ നീതുവിൻ്റെ അമ്മ, എടി കയറിപ്പൊടി, കണ്ടവന്മാർ വന്നിന്ന് സംസാരിക്കണതിൻ്റെ നടുക്ക് അവൾ വലിയ വാക്കും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, കയറിപ്പൊടി എന്നൊക്കെ പറഞ്ഞ് നീതുവിനെ കുറേ ആട്ടയാണ് കേട്ടോ. അങ്ങനെ നീതു പോകാനൊന്നും കൂട്ടാക്കില്ല. ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ പറഞ്ഞിട്ട് നമ്മുടെ സുധീഷും ഹരീഷും കൂടെ പിന്നെ ഇങ്ങ് തിരിച്ച് പോരുകയാണ് കേട്ടോ. തിരിച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ നീതുവിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ അഖിലും കൂടെ ചേർന്നിട്ട് നീതുവിനെ കുറേ അങ്ങോട്ട് പറയണ്, എടി നിനക്ക് സമാധാനം ആയോടി? എവിടെയോ കിടക്കണവന്മാർ വന്ന് ഈ നമ്മുടെ കുടുംബത്തിലെ നമ്മളെ ഓരോരുത്തരെ ഇങ്ങനെ പറഞ്ഞ് അയൽവക്കക്കാരെ ഒക്കെ കേൾപ്പിച്ച് കഴിഞ്ഞപ്പോൾ നിനക്ക് സമാധാനം ആയോടി എന്ന് പറഞ്ഞു. കുറേയൊക്കെ നീതു എതിര് പറഞ്ഞുവെങ്കിലും കുറേയൊക്കെ പിടിച്ച് നിൽക്കാനേ നീതുവിന് പറ്റുള്ളൂ. പിന്നെ നീതുവിനൊന്നും പറ്റിയില്ല. അവസാനം നീതു കരഞ്ഞു കേട്ടോ. നീതു ഒരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്, ഞാൻ ഹരീഷിനെ അല്ലാണ്ട് വേറെ ആരെയും വിവാഹം കഴിക്കില്ല എന്ന് തന്നെ നീതു തീർത്ത് പറഞ്ഞു. അപ്പോൾ നീതുവിൻ്റെ അമ്മ പറഞ്ഞു, എങ്കിൽ പിന്നെ അതൊന്ന് കണ്ടിട്ട് എന്നല്ലേടോ ഈ കാര്യം, ഇതിന് തീരുമാനം ഇന്ന് തന്നെ ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ നീതുവിൻ്റെ അമ്മയും അച്ഛനും കൂടെ ഹരീഷിൻ്റെ വീട്ടിൽ വീണ്ടും പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ നീതുവിനാകെ സങ്കടമായി. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ നീതുവിനെ അത്രയും ഹരാസ് ചെയ്തപ്പോൾ നീതുവിന് വല്ലാത്തൊരു പ്രയാസം തോന്നി. അങ്ങനെ നമ്മുടെ സുഭാഷും അതുപോലെ നമ്മുടെ നിധിയും നികേഷും ഒക്കെ അവിടെ വീട്ടിലുണ്ടായിരുന്നു. ഭാസ്കർ
ഭാസ്കരനും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ നികേഷും നിധിയും കൂടെ ചിക്കൻ കറി എന്തോ ആണെന്നുള്ളൂ ഉണ്ടാക്കാനായിട്ട് സവോളയൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നിധി ചോദിച്ചു, അല്ല ഇവിടുത്തെ 2 ഐറ്റം കാണാനില്ലല്ലോ, എവിടെ പോയിക്കാന്നറിയാം. അപ്പോൾ നമ്മുടെ നികേഷ് പറഞ്ഞു, അതെ എവിടെ പോയിക്കണമെന്നൊന്നും അറിയില്ല, ഇനി എന്തെങ്കിലും ഗുലുമാൽ ഒപ്പിക്കാനാണോ എന്ന് സുഭാഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അകത്തുനിന്ന് വരെയാണ് കേട്ടോ. കുറേ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുധീഷും ഹരീഷും വരെയാണ്. അപ്പം നികേഷ് ചോദിച്ചു, അല്ല രണ്ടുപേരും കൂടെ എവിടെയായിരുന്നു, കുറേ നേരം ആയല്ലോ കാണാനില്ലാഞ്ഞിട്ട്. അപ്പം സുധീഷ് പറഞ്ഞു, ഞങ്ങളൊന്ന് ചുമ്മാ നടക്കാൻ പോയതാന്ന്. ആണോ, നടന്നു കിടന്ന അവസാനം നീതുവിൻ്റെ വീട്ടിലോട്ട് എങ്ങാനും വേണോ പോയത്? കാരണം കഴിഞ്ഞ ദിവസം നീതുവിൻ്റെ ആങ്ങളെ വന്ന് ഇവിടെ വലിയ വെല്ലുവിളിയൊക്കെ വിളിച്ചിട്ട് പോയതാണേ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് നികേഷ് പറയും. അല്ല നിന്നോടാരാ ഇത് പറഞ്ഞ് നീതുവിൻ്റെ വീട്ടിലാന്ന്? അപ്പോൾ അവിടെ തന്നെയല്ലേ പോയതെന്ന് നികേഷ് ചോദിക്കും. അപ്പോൾ സുധീഷ് പറയാം, നിന്നോടാരാ അങ്ങനെ കള്ളം പറഞ്ഞു തന്നേന്നാണ് ഞാൻ ചോദിച്ചത്, അല്ലാണ്ട് ഞങ്ങൾ നീതുവിൻ്റെ വീട്ടിൽ പോയി എന്നല്ലടാ നികേഷെ പറഞ്ഞതെന്ന് പറയും. അപ്പോഴേക്ക് സുഭാഷ് അകത്തുനിന്ന് വരും കേട്ടോ. സുഭാഷ് വന്നിട്ട് പറയും, അതെ നിങ്ങൾ അവിടെ പോയി എന്തെങ്കിലും വെല്ലുവിളി നടത്തിയിട്ടൊക്കെ ആണോടാ വന്നത് എന്ന് പറയും. സുഭാഷിന് എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഉരുണ്ട് കളിക്കുകയാണ്. അപ്പോഴാണ് ഭാസ്കരൻ നോക്കുമ്പോൾ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ ആയിട്ട് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്ന് ഇറങ്ങി വരികയാണ് നമ്മുടെ നീതുവിൻ്റെ അച്ഛനും അമ്മയും കൂടെ. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, വഴിതെറ്റി വന്നവരാരോ ആണെന്ന് തോന്നുന്നു, ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. നോക്കിയപ്പം നീതുവിൻ്റെ അച്ഛനെയൊക്കെ അറിയാമല്ലോ ഭാസ്കരന്. അങ്ങനെ ഭാസ്കരൻ പറഞ്ഞു, അടുത്ത വണ്ടിക്കുള്ള ആളുണ്ട് എന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴേക്കും സുഭാഷും അവരെല്ലാവരും കൂടെ പുറത്തോട്ട് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും നീതുവിൻ്റെ അമ്മ വന്നിട്ട് പറയും, ഇവിടെയുള്ള രണ്ടവന്മാരും വന്ന് എൻ്റെ മോളെ കെട്ടിച്ചു തരുമെന്ന് ചോദിച്ചേക്കണു. എന്ത് യോഗ്യതയാടാ നിൻ്റെയൊക്കെ കുടുംബത്തിനുള്ളത്? ഈ വീട്ടിലൊരു പെണ്ണ് വാഴുവോടാ എന്നൊക്കെ ചോദിച്ച് നീതുവിൻ്റെ അമ്മയും അച്ഛനും കൂടെ കുറേ പറയണം. അപ്പോൾ സുഭാഷ് പറഞ്ഞു, അതെ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അവർ തമ്മിൽ സ്നേഹത്തിലാണെങ്കിൽ നമുക്ക് ആ ബന്ധം അങ്ങ് നടത്തി കൊടുക്കാം. നിനക്ക് എന്ത് യോഗ്യതയുടെ ബന്ധം നടത്താൻ? എന്നെ പോലെയുള്ള കുടുംബ മാഹാത്മ്യമുള്ള ഒരു വീട്ടിൽ നിന്ന് നിൻ്റെയൊക്കെ വീട്ടിൽ ഒരു പെണ്ണിനെ തരുവോടാ എന്നൊക്കെ പറഞ്ഞ് നീതുവിൻ്റെ അച്ഛൻ ഭയങ്കര വീമ്പിളൊക്കെയാണ് കേട്ടോ. അപ്പോഴേക്കും സുധീഷിന് അങ്ങോട്ട് കളി വന്നില്ല. സുധീഷ് അങ്ങോട്ട് പറയാൻ തുടങ്ങി, നിൻ്റെയൊക്കെ യോഗ്യത ഞങ്ങൾ കണ്ടടാ, തീപ്പെട്ടിക്കൊള്ളി പോലെയുള്ള ഞങ്ങളുടെ വീടിൻ്റെ ഏടയിലത്തെത്തോടാ നീയൊക്കെ. വല്ല വാടക വീട്ടിൽ കിടന്നുകൊണ്ടാണ് ഈ വീരത്വം അടിക്കണത്. നിങ്ങളുടെ മോൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ 2 കാലിൽ നടക്കണമെങ്കിലും മര്യാദയ്ക്ക് നടന്നോളാൻ പറയും. പിന്നെ ഹരീഷ് പറയും, ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവളെ കെട്ടണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ വലിയ അധികം ഉണ്ടാക്കാനൊന്നും പറയണ്ടെന്ന് ഹരീഷും പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് ഇതൊക്കെയാണ്. അപ്പം നമ്മുടെ നിധി നോക്കുമ്പോൾ ഇതന്നെ ഇവരിങ്ങനെ, കാരണം എന്ന് വെച്ചാൽ ഈ വീട്ടിലൊരു പെണ്ണ് വാഴുവോ എന്നൊക്കെ പറയാനുണ്ട്. അപ്പം നിധി എന്ത് ചെയ്യും, സുധീഷിനെ വന്ന് കയ്യെ പിടിച്ച് വലിച്ച് അകത്തങ്ങ് കൊണ്ടുപോവേണം കേട്ടോ. എന്നിട്ട് നിധി പറയും, അതെ ആ താലി എന്തിനെന്ന് ചോദിക്കും. അപ്പോൾ സുധീഷ് ചോദിക്കും, താലി എന്തിനാ ഇപ്പോൾ? അപ്പോൾ സുധീഷ് മനസ്സ് ഓർത്ത്, ഇനി ഹരീഷിനെ എങ്ങാനും നീതുവിനെ കൊണ്ട് കെട്ടിക്കാനാണോ നിധി ചോദിക്കുന്ന താലി? അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, എന്നാൽ വേഗം എടുക്കുന്ന പറയും. അങ്ങനെ സുധീഷ് റൂമിൽ ചെന്ന് അത് എടുക്കുക. അപ്പോൾ ഒരു കവറിലാണ്, പിന്നെയും വേറൊരു കവർ. അപ്പോൾ നിധി, ഇതെന്നെ എന്ത് പൊതിയലാണ് ഈ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതെന്ന് നിധി ചോദിക്കും. അതെ നിധിയല്ലേ പറഞ്ഞത് ഇത് സൂക്ഷിച്ച് വെക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ പൊതിഞ്ഞ് ഭദ്രമായിട്ട് വെച്ചതെന്ന് പറഞ്ഞു. അതെ ഇങ്ങോട്ട് വേഗം എടുത്ത് തന്നേന്ന് പറഞ്ഞു. നിധി അപ്പം തന്നെ എടുത്ത് കഴുത്തിലിടേനെ കേട്ടോ. ഇത് കണ്ടത് നമ്മുടെ സുധീഷിന് വല്ലാണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, വല്ലാണ്ട് ഒരു അന്താളിപ്പോടുകൂടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നിധി ആ താലിമാല ഇട്ടിട്ട് നേരെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് പറയും, അതെ കുറേ നേരമായല്ലോ നിങ്ങൾ ഇവിടെ കിടന്ന് പ്രസംഗിക്കണോ, നിങ്ങളുടെ മോളുടെ കാര്യം ആണ് ശരി, സമ്മതിച്ചു. പക്ഷേ നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ച് അയക്കാതിരിക്കുമോ അത് നിങ്ങളുടെ ഇഷ്ടം, ഞങ്ങൾ ഹരീഷിനെ കൊണ്ട് കെട്ടിക്കണതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങളുടെ ഈ കുടുംബത്തെ കുറേ നേരം കൊണ്ട് തേച്ച് വിഴുക്കണുണ്ടല്ലോ, ഈ കുടുംബത്തെ പെണ്ണ് വാഴൂലെന്നോ അങ്ങനെയൊക്കെ. അതെ ഞാൻ ഈ നിൽക്കുന്ന സുധീഷിൻ്റെ ഭാര്യ. സുധീഷ് അങ്ങോട്ട് നെഞ്ചും പിടിച്ച് അങ്ങ് നിൽക്കുകയാണ്. എൻ്റെ ഭാര്യ സുധീഷിൻ്റെ ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ സുധീഷിന് ഡൈവേഴ്സിൽ വരെ എത്തി നിൽക്കണ കേസാണ്. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ നിധിയുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ സുധീഷിന് അങ്ങോട്ട് എന്താ പറയണം, വിശ്വസിക്കാൻ പറ്റാണ്ടായിപ്പോയി. അങ്ങനെ നിധിയുടെ ആ ഡയലോഗിൽ എല്ലാവരും അതിശയിക്കാൻ കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് 4-5 മാസമായി, എൻ്റെ വീട്ടിലും അച്ഛനും അമ്മയും ചേട്ടന്മാരും ഒക്കെ ഉള്ള വീട് തന്നെ എനിക്കും. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഇത്രയും മാസവും എന്നെ ഇവർ പൊന്നുപോലെ നോക്കണത്. ഒരു അനിയത്തി എങ്ങനെയാണോ നോക്കണത് അതുപോലെ തന്നെ അച്ഛനും ചേട്ടനും അനിയന്മാരും ഒക്കെ എന്നെ നോക്കണത്. പിന്നെ ഈ വീട്ടിലെ പെണ്ണ് വാഴില്ല, ഞാൻ പെണ്ണല്ലേ, ഞാനപ്പോൾ ഇവിടെ അല്ലേ നിൽക്കണത് എന്നൊക്കെ ചോദിക്കും. നിങ്ങളെ മോളെ നിങ്ങൾ കെട്ടിക്കാതിരിക്കുകയോ എന്തുവേണോ ചെയ്തോ, പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിനെ തേച്ച് മിനിക്കാനൊന്നും നിങ്ങൾ ആളായിട്ടില്ല എന്ന് നിധിയും പറയാം. അപ്പോഴേക്കും നീതുവിൻ്റെ
നീതുവിൻ്റെ അമ്മ പിന്നെ നീ എവിടെ നിന്ന് വന്നയാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിധിയുടെ ഇതിൽ കയറണം. നീതു നല്ല വർത്താനം അങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്. ഈ വീട്ടിൽ കിടന്ന് ഇങ്ങനെ അധിക പ്രസംഗം പറയാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളെ മോളെ കെട്ടിക്കണ്ട, പൊക്കോളം പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിധി നല്ല വർത്താനം അങ്ങോട്ട് പറയട്ടെ. എല്ലാവർക്കും അതിശയമായിപ്പോവും, നമ്മുടെ നിധി ഇത്രയും ഇതൊക്കെ ആണോ? തൻ്റെ കുടുംബം പോലെ നിധി ചേർന്ന് നിന്ന സുധീഷിൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും പറയുമെന്ന് അവരൊന്നും ഒരിക്കലും കരുതിയില്ല. ഹരീഷ് പോലും അന്താളിച്ചു പോയി. നികേഷ് വാ ഒളിച്ച് നിൽക്കുകയാണ്. എന്താണ് സുധീഷിന് കുറച്ച് നേരമായിട്ട് മനസ്സേ ഇതൊക്കെ സ്വപ്നമാണോ എന്നുള്ള മട്ടിലാണ്. ഭാസ്കരനും അന്താളിച്ച് നിന്നു. അങ്ങനെ നീതുവിൻ്റെ അമ്മയും അച്ഛനും ചുരുട്ടി മടക്കി ഓടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിധി അകത്തേക്ക് കയറിയാണ്. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ നീ ഇത്രയും പറയുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. അപ്പോഴേക്കും നിധി പറഞ്ഞു, പിന്നെ അല്ലാണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് തേച്ച് മിനുക്കാൻ വിടാവോ സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന സീനൊക്കെയാണ് നാളെ വരുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ. അവസാനം നിധി അത് കഴിഞ്ഞിട്ട് പിന്നെ താലി ഊരി തിരിച്ചു കൊടുക്കും. പക്ഷേ എങ്കിലും സുധീഷിനെ സംബന്ധിച്ച് താലി തിരിച്ചിട്ടതും എൻ്റെ സുധീഷിൻ്റെ ഭാര്യയാണ് ഞാനെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് സുധീഷിന് അതിൽ കൂടുതൽ വേറെ ഒന്നും വേണ്ട. എന്തോ ഒരു ലോട്ടറി അടിച്ചെന്നൊക്കെയുള്ള ഒരു ഫീലിങ്സ് ആയിരുന്നു നമ്മുടെ സുധീഷിന്. അപ്പം നാളത്തെ വിശേഷത്തിൽ ഏകദേശം വരുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി അടുത്ത വരുന്ന പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് സമയം വൈകിപ്പോയി, നിങ്ങളാരും ഒന്നും കരുതല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മോക്ക് പനിയൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ നല്ലൊരു സപ്പോർട്ട് തരിക. ഇന്ന് ഞാൻ ഇവർ വിവാഹിതരാകുന്നു എന്നൊരു പുതിയ പരമ്പര നമ്മുടെ ഏഷ്യാനെറ്റിൽ രാത്രി 9 മണിക്ക് വരുന്ന പരമ്പരയാണ്. അപ്പോൾ അത് ഞാൻ ഒരു ഉച്ചയോടുകൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊമോ നേരത്തെ കിട്ടുന്നതാണെങ്കിൽ നാളെ മുതൽ കൃത്യമായിട്ട് നേരത്തെ ഞാൻ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ 2 ചാനലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. എല്ലാവരും നമ്മുടെ വീഡിയോസ് സ്കിപ്പ് അടിക്കാണ്ട് കാണുക, ലൈക്ക് അടിക്കുക. പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.